ഈ സവാദിന്റെ കേസ് ആയാൽ പോലും അതിനെ വേണമെങ്കിൽ നമുക്കൊരു ഡിസോർഡർ എന്ന് പറയാം, എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്നൊരു ഡിസോർഡർ ഉണ്ട്. ആ ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവര് ചെയ്യുന്ന എന്താ, അവന് സപ്പോർട്ട് കൊടുത്ത് അവനെ മാലയിട്ട് സ്വീകരിച്ച് നീ തെറ്റുകാരനല്ലടാ എന്ന് പറഞ്ഞാണ് അവര് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിന് പകരം അയാൾക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയോ ആ അസുഖത്തിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. സ്ത്രീകൾക്കെതിരെ എങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാം, ആ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനെ മെൻസ് റൈറ്റ് ആക്ടിവിസം എന്ന് പേരിട്ടിരിക്കുകയാണ്. അതായത് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ സൊസൈറ്റിയിൽ കുറെ റൈറ്റ്സ് അവർ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ റൈറ്റ്സ് വേണമെങ്കിൽ സ്ത്രീകൾ ചെയ്ത് നടന്നോളണം. പക്ഷേ ഈ റൈറ്റ്സിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പോയാൽ അത് ആണുങ്ങൾക്കെതിരെയുള്ള ഹേറ്റ് ആണെന്ന രീതിയിൽ നിന്നാണ് ഇവരുടെ മെൻസ് റൈറ്റ് ആക്ടിവിസം തന്നെ നടക്കുന്നത്. മാത്രമല്ല ഇതിനൊപ്പം തന്നെ വിക്ടിം ബ്ലെയിമിങ്. നന്ദിതയുടെ കേസിൽ തന്നെ ഈ ആ വിഷയം വന്നതിന് ശേഷം എന്തോരം കോൺസ്പിറസി തിയറികളാണ് വന്നത്. നന്ദിത ഹണി ട്രാപ്പ് നടത്തിയതാണ്, നന്ദിത റീച്ചിന് വേണ്ടി ഇത് ചെയ്തതാണ്. ഇപ്പോൾ ഒരു ഫേമസ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആ സമയത്ത് ഞാൻ ഇന്നലെ ഈ വിഷയം നടന്നതിന് ശേഷം അക്കൗണ്ട് പോയി ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയായിരുന്നു. അതിൽ പറയുന്നുണ്ട് നന്ദിതയും ആ സവാദിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നന്ദിതയുടെ കൂട്ടുകാരെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് സവാദിനെ കുടുക്കിയതാണ്, സവാദാണ് ഇവിടെ വിക്ടിം എന്ന രീതിയിൽ പ്രോപ്പർ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിക്ടിം ബ്ലെയിമിങ്ങും സ്ലട്ട് ഷെയിമിങ്ങുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിയിലുള്ള കമന്റ് ഒക്കെ നമുക്ക് വായിച്ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിക്ടിം ബ്ലെയിമിങ്ങും ചീത്തവിളികളും തെറിവിളികളും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ അവർക്ക് ചിന്തിക്കുക എന്നൊന്നുമില്ല. ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരനോട് നന്ദിയുടെ കൂട്ടുകാരിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദിതയുടെ സ്വഭാവത്തെക്കുറിച്ച്. അതുകൊണ്ട് ഒരാളുടെ സ്വഭാവം വെച്ചിട്ടാണോ സെക്ഷൽ അബ്യൂസ് നേരിട്ടില്ല എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വേഷം വെച്ചിട്ടാണോ സെക്ഷൽ അബ്യൂസ് നേരിട്ടില്ല എന്നൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. മാത്രമല്ല ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ തെളിവുകൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. കാരണം ഇവര് തെളിവുകളൊന്നും അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. പുറത്തുവിടാൻ പറ്റിയെങ്കിൽ ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെയുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാണ് പൂമാല ഇട്ടതെന്ന് പറയുമ്പോൾ അതെന്താണ് നമുക്ക് കൂടി അത് അറിയാൻ താല്പര്യമുണ്ട്.